നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. An unfavorable material price variance occurs because of option A price increase in raw material, option B price decrease in raw material, option C less than anticipated normal wage in the manufacturing process, and option D more than anticipated normal wage in the manufacturing process. So ഏതാണ് ഒരു അൺഫേവറബിൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ കാരണമായിട്ട് വരുന്നത്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ എന്നുള്ളതാണ്. ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ, പ്രൈസ് ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ്? ആൻ അൺഫേവറബിൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഹാപ്പൻസ് വെൻ ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ് ഫോർ റോ മെറ്റീരിയൽ ഈസ് ഹയർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഓർ എക്സ്പെക്റ്റഡ് പ്രൈസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പ്രൈസ് അതിനേക്കാട്ടിലും കൂടുതലാണ് ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. ക്ലിയർ ആണോ? സോ ആ ഒരു സിറ്റുവേഷനിലാണ് അൺഫേവറബിൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ആൻസർ എന്താണ്? പ്രൈസ് ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ, ഓപ്ഷൻ എ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എൽട്ടൺ മായോ, പീറ്റർ എഫ് ഡ്രക്കർ, സി കെ പ്രഹ്ലാദ, ഹെൻറി ഫയോൾ. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പീറ്റർ എഫ് ഡ്രക്കർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ ആണോ? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, പീറ്റർ എഫ് ഡ്രക്കർ. ക്ലിയർ അല്ലേ? യെസ്. സോ ദ ആൻസർ ഇസ് പീറ്റർ എഫ് ഡ്രക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ കമ്പനി ഹാസ് സെപ്പറേറ്റ് പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് ഫിനാൻസ് മാനേജർ, വാട്ട് ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ഈസ് ഫോളോഡ് ബൈ ദി കമ്പനി? അപ്പോൾ ഒരു കമ്പനിക്ക് പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്. അപ്പോൾ കമ്പനി ഏത് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റേഷൻ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്? പ്രോഡക്റ്റിൻ്റെ ബേസിസിലാണോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചത്? ടെറിട്ടറി ബേസിസിലാണോ? ഫംഗ്ഷൻ്റെ ബേസിസിലാണോ? ഇതിൻ്റെ ഒന്നിൻ്റെയും ബേസിസിലല്ലേ? പ്രൊഡക്ഷൻ ഒരു ഫംഗ്ഷൻ അല്ലേ? മാർക്കറ്റിംഗ് ഒരു ഫംഗ്ഷൻ അല്ലേ? ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ ഒരു ഓർഗനൈസേഷൻ്റെ? സോ ഈ ഫംഗ്ഷൻ്റെ ബേസിസിലല്ലേ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായി തിരിച്ച് ഓരോ മാനേജേഴ്സിനെ അലോട്ട് ചെയ്തത്? സോ ആൻസർ എന്താണ്? ഫംഗ്ഷൻ എന്നുള്ളതാണ്. ക്ലിയർ ആണോ? കാരണം പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നീ ബേസിസിലാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തിരിച്ചത്. ടെറിട്ടറിയുടെ ബേസിസിലല്ല, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആ രീതിയിൽ ടെറിട്ടറിയുടെ ബേസിസിലല്ല തിരിച്ചത്. ഏതിൻ്റെ ബേസിസിലാണ്? ഫംഗ്ഷൻ്റെ ബേസിസിലാണ് തിരിച്ചത്. സോ ദ ആൻസർ ഇസ് ഫംഗ്ഷൻ. 54ാമത്തത്, ദ വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ ഈസ് കോൾഡ്. അതായത് ആക്ഷൻ, പ്രവൃത്തിക്കുള്ള ഗൈഡ്, പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നുള്ള ഗൈഡ്, അതിനെ എന്തെന്ന് വിളിക്കാം? സ്ട്രാറ്റജി എന്ന് വിളിക്കാമോ, റൂൾ എന്ന് വിളിക്കാമോ, പോളിസി എന്ന് വിളിക്കാമോ, പ്രൊസീജിയർ എന്ന് വിളിക്കാമോ? ഏതാണ് വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ? ആൻസർ എന്തായിരിക്കും? റൂളാണ് അല്ലേ? റൂൾ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ആൻഡ് മാൻഡേറ്ററി ഗൈഡ് ടു ആക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള നിയമം, റൂൾ. സോ റൂൾ പറയും ഒരു കാര്യം, ഒരു ആക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന്. സോ റൂൾ ഈസ് എ വെരി സ്പെസിഫിക് ആൻഡ് മാൻഡേറ്ററി ഗൈഡ് ടു ആക്ഷൻ. സോ ദ ആൻസർ ഇസ് റൂൾ. അടുത്തത്, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, നൺ ഓഫ് ദീസ്. ഏതാണ് ഓൾഡസ്റ്റ് ഫോം? ഏതായിരിക്കും? ആൻസർ ഇസ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ. എന്തുകൊണ്ടാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ലൈൻ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? ലൈൻ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ അതോറിറ്റി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ക്ലിയർ ആണോ?
ഹെഡ്, അവരുടെ താഴെ മാനേജേഴ്സ്, ആ രീതിയിൽ താഴേക്ക് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വളരെ ക്ലിയർ ആണ്, അതുപോലെ മനസ്സിലാക്കാൻ എളുപ്പവുമാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇത് കുറച്ചുകൂടെ എന്താ, ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞതാണ്, റിജിഡ് ആണ്. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അതോറിറ്റി പോകുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ദ ആൻസർ ഇസ് ലൈൻ ഓർഗനൈസേഷൻ. അതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. 56ാമത്തത്, ദ ഫസ്റ്റ് വുമൺ അതോറിറ്റി ഇൻ മാനേജ്മെന്റ് ഈസ്. അതായത് മാനേജ്മെന്റ് രംഗത്തെ ആദ്യത്തെ ഒരു വുമൺ കോൺട്രിബ്യൂഷൻ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്? ഒരു വുമൺ എന്ന രീതിയിൽ മാനേജ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒരു അതോറിറ്റിയായി കണക്കാക്കപ്പെടുന്ന ആദ്യത്തെ വനിത ആരാണ്? മേരി പാർക്കർ ഫോലറ്റ്, ലിലിയൻ ഗിൽബർട്ട്, ടി.എൻ. വൈറ്റ്ഹെഡ്, മേരി ക്യൂരി. ആരായിരിക്കും ആൻസർ? മേരി പാർക്കർ ഫോലറ്റ് എന്നുള്ളതാണ് ആൻസർ ആയി വരുന്നത്. ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ ഫസ്റ്റ് വുമൺ അതോറിറ്റീസ് ഇൻ മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഇവര് മാനേജ്മെന്റ് രംഗത്ത് വളരെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓർഗനൈസേഷണൽ തിയറി, ലീഡർഷിപ്പ്, ഈ വക കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതിനകത്ത് മേരി പാർക്കർ ഫോലറ്റിന്റെ ഒരു സംഭാവന ഉണ്ട്. സോ ആൻസർ ഇസ് മേരി പാർക്കർ ഫോലറ്റ്. 57ാമത്തത്, സെലക്ടിങ് വൺ ഫ്രം സെവറൽ ഓൾട്ടർനേറ്റീവ് ഈസ് കോൾഡ്. പലതരം ഓൾട്ടർനേറ്റീവുകൾ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് 1, 2, 3, 4. ഇതിനകത്തുനിന്ന് ഏതാണ് ബെസ്റ്റ് എന്ന രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവിനെ പിക്ക് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കും? സെലക്ടിങ് വൺ ഫ്രം സെവറൽ ഓൾട്ടർനേറ്റീവ്സ്. എന്തെന്ന് വിളിക്കാം? ഫോർകാസ്റ്റിംഗ് ആണോ, ഡിസിഷൻ മേക്കിംഗ് ആണോ, പ്ലാനിങ് ആണോ, ഡയറക്റ്റിംഗ് ആണോ? എന്തായിരിക്കും ആൻസർ? ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലേ? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ selecting the best option from available alternatives ആണ്. So the answer is decision making. ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എസ്പെരറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്പെരറ്റ് ഡി കോർപ്സ് എവിടെയാണ് ഈ എസ്പെരറ്റ് ഡി കോർപ്സ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഏറ്റവും അവസാനമായി വരുന്നതാണ് എസ്പെരറ്റ് ഡി കോർപ്സ്. ഇതിന്റെ അർത്ഥം എന്താണ്? ബയർ ബിവെയർ എന്നുള്ളതാണോ? സർവീസ് ഈസ് അവർ മോട്ടോ, യൂണിയൻ ഈസ് സ്ട്രെങ്ത്, പോസ്റ്റ് ബൈയിങ് ബിഹേവിയർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എസ്പെരറ്റ് ഡി കോർപ്സ്? എന്തായിരിക്കും? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. ആരുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ്? ഹെൻറി ഫയോളിൻ്റെത്. അതായത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് ആ ഒരു ഹാർമണി ഉണ്ടെങ്കിലേ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉള്ളൂ എന്നാണ് ഇത് പറയുന്നത്. അടുത്തത്, റെസ്പോൺസിബിലിറ്റി ഈസ് പവർ ടു കമാൻഡ്, ഡെലിഗേഷൻ ഓഫ് പവർ, ഗെറ്റിംഗ് തിങ്സ് ഡൺ, ഒബ്ലിഗേഷൻ ടു ഡു ഡ്യൂട്ടി. എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? കമാൻഡ് ചെയ്യാനുള്ള പവർ, ആണോ റെസ്പോൺസിബിലിറ്റി? അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് പവർ, നമ്മളുടെ കയ്യിലിരിക്കുന്ന പവർ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ആണോ? അതെന്താ? മാനേജ്മെന്റ് അല്ലേ, ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. അപ്പൊ എന്തായിരിക്കും ആൻസർ? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനുള്ള നമ്മളുടെ ബാധ്യതയാണ്, ഒബ്ലിഗേഷൻ ആണ്. സോ ആൻസർ ഇസ് ഒബ്ലിഗേഷൻ ടു ഡു ഡ്യൂട്ടി. ക്ലിയർ ആണോ? യെസ്. സോ ദാറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി. 60ാമത്തത്, a person who has entrepreneur skill but works within an organization or venture that seek dynamism. അവരെ എന്തെന്ന് വിളിക്കാം? ഓൺട്രപ്രണർ എന്ന് വിളിക്കാമോ, ഇന്റർപ്രണർ എന്ന് വിളിക്കാമോ, അതോ ഇതൊന്നും വിളിക്കത്തില്ലേ? ക്ലിയർ ആണ്? ഇൻട്രാപ്രണർ എന്ന് വിളിക്കാമോ, ഇന്റർപ്രണർ എന്ന് വിളിക്കാമോ, ഓൺട്രപ്രണർ എന്ന് വിളിക്കാമോ? A person who has entrepreneur skill but works within an organization or venture that seek dynamism. എന്താണ് ആൻസർ? ആൻസർ ഇസ് ഇൻട്രാപ്രണർ. ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ? someone who uses entrepreneur skill while working within an organization. ഓർഗനൈസേഷൻ അകത്ത് വർക്ക് ചെയ്യുന്നു, അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അയാളുടെ ഓൺട്രപ്രണർ സ്കിൽ അയാൾ പുറത്ത് കാണിക്കുന്നു, അയാൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്നു, ആ ഒരു പെർട്ടിക്കുലർ സംരംഭത്തിന് ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു. ക്ലിയർ ആണോ? പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല? പേഴ്സണൽ ഫിനാൻഷ്യൽ റിസ്ക് എടുക്കുന്നില്ല. അയാൾ ഓൺട്രപ്രണർ അല്ല, അയാളല്ല റിസ്ക് എടുക്കുന്നത്, മറ്റാരോ ആണ്. പക്ഷെ ആ ഓർഗനൈസേഷനിൽ പ്രവർത്തിച്ചുകൊണ്ട് അയാൾ ഇന്നോവേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നു, ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അയാളുടെ ഓൺട്രപ്രണർ സ്കിൽ ഉപയോഗിക്കുന്നു വിത്തൗട്ട് ആക്ച്വലി ബീങ് ആൻ ഓൺട്രപ്രണർ. ക്ലിയർ ആണോ? സോ അങ്ങനെയുള്ളവരെ എന്തെന്ന് വിളിക്കാം? ഇൻട്രാപ്രണർ എന്ന് വിളിക്കാം. ഇൻട്രാപ്രണർ. 61ാമത്തത്,
നെയിം ദ ഫോം ഓഫ് ബിസിനസ് ഇൻ വിച്ച് ദ മെമ്പർ ആർ ഹാവിംഗ് ലിമിറ്റഡ് ലൈബിലിറ്റി. താഴെ പറയുന്ന ഏത് ഫോം ഓഫ് ബിസിനസ്സിലാണ് മെമ്പേഴ്സിന് ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അവിടെ ലൈബിലിറ്റി എങ്ങനെയാ? നമുക്കറിയാം അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. ഒരൊറ്റ ഓണറേ ഉള്ളൂ. ലാഭം ഉണ്ടെങ്കിൽ അയാൾ മുഴുവനായി എടുക്കും, നഷ്ടമാണെങ്കിൽ അയാൾ തന്നെ അത് സഹിക്കും. പാർട്ണർഷിപ്പിലും എങ്ങനെയാ? പാർട്ണർഷിപ്പിലും അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. നമുക്കറിയാം അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ് പാർട്ണർഷിപ്പിലും. കമ്പനിയിലാണ് എങ്ങനെയുള്ള ലൈബിലിറ്റി ഉള്ളത്? ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളത്. ഒരു കമ്പനിയുടെ കേസിൽ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ലൈബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് amount of money that they have to contribute for the share they have purchased. അവർ മേടിച്ച ഷെയറിന് കൊടുക്കാവുന്നേറ്റിട്ടുള്ള പൈസ കൊടുക്കുന്നിടം വരെ മാത്രമേ അവരുടെ ലൈബിലിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ അവർ ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ട് കൊടുക്കുന്നിടം വരെ അവരുടെ ലൈബിലിറ്റി ഉള്ളൂ. സോ ആൻസർ എന്തായിരിക്കും? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. In a joint stock company, members have limited liability. ഇതിന്റെ അർത്ഥം എന്താ? They are only responsible for the company's debt up to the value of their share. ഞാൻ 10 രൂപയുടെ ഷെയറാണ് മേടിച്ചിട്ടുള്ളതെങ്കിൽ 10 രൂപ കമ്പനിക്ക് കൊടുക്കാനുള്ള ബാധ്യതയെ എനിക്കുള്ളൂ. 10 രൂപയുടെ ഷെയറല്ല ഞാൻ മേടിച്ചത്, ഞാനിപ്പം 5 രൂപയെ കൊടുത്തിട്ടുള്ളൂ, 10 രൂപയിൽ 5 കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 കൂടെ കൊടുക്കാനുള്ള ബാധ്യതയെ എനിക്കുള്ളൂ. കമ്പനിക്ക് എന്തൊക്കെ നഷ്ടം വന്നോട്ടെ, എൻ്റെ ബാധ്യത ഞാൻ മേടിച്ച ഷെയറിൻ്റെ ബാക്കി പൈസ കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നുള്ളത് വരെയേ ഉള്ളൂ. സോൾ പ്രൊപ്രൈറ്റർക്കും പാർട്ണർക്കും അൺലിമിറ്റഡ് ലൈബിലിറ്റിയുമാണ്. സോ ദ ആൻസർ ഇസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 62ാമത്തത് മോട്ടിവേഷൻ അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് പെർഫോമൻസ് ഓഫ് വർക്ക്. നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്, ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോട്ടിവേഷൻ, ഇത് നെഗറ്റീവ് മോട്ടിവേഷൻ ആണോ, ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണോ, ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണോ, പോസിറ്റീവ് മോട്ടിവേഷൻ ആണോ? ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ വരികയാണ് ചെയ്യുന്നത്, അല്ലേ? മോട്ടിവേഷൻ അവൈലബിൾ അറ്റ് ടൈം ഓഫ് പെർഫോമൻസ് ഓഫ് വർക്ക്. അപ്പോൾ ഏത് തരം മോട്ടിവേഷൻ ആയിരിക്കും അത്? ഇൻട്രൻസിക് മോട്ടിവേഷനാണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ കംസ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷനാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ചെയ്യുന്ന സമയത്ത് മുന്നോട്ടേക്ക് പോകാനുള്ള മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയാണ്. സോ ദാറ്റ് ഈസ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഓക്കെ അല്ലേ? യെസ്. ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഈ മോട്ടിവേഷൻ എന്തിനെ ബേസ് ചെയ്തായിരിക്കും? നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു, നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു. സോ ദ ആൻസർ ഇസ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇനി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അറിയാമല്ലോ. നമ്മളുടെ അധികാരം മറ്റൊരാളിലേക്ക് നമ്മൾ കൈമാറുകയാണ്, നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി. സോ ഡെലിഗേഷൻ ക്രിയേറ്റ് നൗ വർക്ക്, എക്സിസ്റ്റിംഗ് വർക്ക്, ഒബ്ലിഗേഷൻ, ന്യൂ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മളുടെ അധികാരം മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്താൽ അവിടെ ആ വ്യക്തിയിൽ എന്താണ് വരുന്നത്? ആ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ആണ് വരുന്നത്. ആൻസർ എന്താ അപ്പം? ഒബ്ലിഗേഷൻ. ഡെലിഗേഷൻ മീൻസ് അസൈനിങ് റെസ്പോൺസിബിലിറ്റി ടു സംവൺ എൽസ്. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഒരുപാട് വർക്കുണ്ട്, എൻ്റെ ജൂനിയർക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു കാര്യം ചെയ്യാനുള്ള അധികാരം ഡെലിഗേറ്റ് ചെയ്തു കൊടുത്തു. ഓക്കെ ആണോ? എൻ്റെ അധികാരമാണ്, അയാൾക്ക് അധികാരമില്ല, ഞാൻ കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് ഇപ്പോൾ അധികാരം ഉള്ളത്, ഞാൻ ഡെലിഗേറ്റ് ചെയ്തു ആ ഒരു അധികാരം. അപ്പോൾ ഇനി എൻ്റെ ജൂനിയർക്ക് എന്തുണ്ട്? ഞാൻ കൊടുത്ത അധികാരം ഉപയോഗിച്ച് ആ ടാസ്ക് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. When a task is delegated, the person receiving it has an obligation to complete it properly. Clear ആണോ? Even though the ultimate responsibility still rests with the delegator. ഞാൻ ചെയ്യേണ്ട ഒരു വർക്ക്, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്, എനിക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ജൂനിയർക്ക് ആ വർക്ക് ചെയ്യാനുള്ള അധികാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണോ? എൻ്റെ ജൂനിയർക്ക് ഇപ്പോൾ എന്തുണ്ട്? ആ വർക്ക് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. പക്ഷേ ആ വർക്ക് എൻ്റെ ജൂനിയർ ചെയ്തില്ലെങ്കിൽ ആരായിരിക്കും ആൻസർ ചെയ്യേണ്ടി വരിക? ഞാൻ തന്നെയാണ്. കാരണം എന്താ? എൻ്റെ വർക്കായിരുന്നു അത്, എനിക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അവന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ എന്താ ക്രിയേറ്റഡ് ആകുന്നത്? ഒബ്ലിഗേഷൻ ആണ് ക്രിയേറ്റഡ് ആകുന്നത്. 64ാമത്തത് എ പ്ലാൻ റിലേറ്റിംഗ് ടു എ പീരീഡ് ഓഫ് ടൈം എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേം ഈസ്. ഒരു പ്ലാൻ ആണ്, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്? ന്യൂമറിക്കൽ ടേമിലാണ് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. ഈ പ്ലാൻ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള പ്ലാനുമാണ്. ഒരു പ്ലാനാണ്, ന്യൂമറിക്കൽ ടേമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള പ്ലാനുമാണ്. ഇതിനെ എന്തെന്ന് വിളിക്കാം? ബഡ്ജറ്റ് ആണോ, പോളിസി ആണോ, പ്രോഗ്രാം ആണോ, സ്ട്രാറ്റജി ആണോ? എന്തായിരിക്കും ആൻസർ? ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ന്യൂമറിക്കൽ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ, അതിനെ വിളിക്കുന്ന പേരാണ് ബഡ്ജറ്റ്. ക്ലിയർ ആണോ? A budget is a financial or numerical plan for a specific period. ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ കാണും? വരവ്, ചിലവ്. ക്ലിയർ ആണോ? യെസ്. സോ ബഡ്ജറ്റ് ആണ് ആൻസർ. 65ാമത്തത്
Administration deal with implementation of policy, framing of policy, planning, controlling. ഇതിലേതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്തം? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആ വ്യക്തി, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അഡ്മിനിസ്ട്രേഷൻ. അവരിതിനകത്ത് എന്താ ചെയ്യുക? പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണോ, ഫ്രെയിമിംഗ് ഓഫ് പോളിസി ആണോ, പ്ലാനിംഗ് ആണോ, കൺട്രോളിംഗ് ആണോ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരിക്കും ആൻസർ? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസിയാണ്. അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പ്ലാനിങ് ചെയ്തു, ആ കാര്യം പ്രോപ്പറായി നടപ്പാക്കുന്ന പ്രോസസ്സിനെ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. പ്ലാൻ ചെയ്ത് അവിടെ വെച്ചിട്ട് കാര്യമില്ല, അത് പ്രോപ്പറായി നടപ്പാക്കണം, അതാണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ഓൺ പുട്ടിംഗ് പോളിസി ഇൻ ടു ആക്ഷൻ. ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്തിട്ടുള്ള പോളിസി അല്ലെങ്കിൽ പ്ലാനുകൾ ഇവയെ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ക്ലിയർ ആണോ? യെസ്. സോ ആൻസർ എന്താ? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസി, അതാണ് അഡ്മിനിസ്ട്രേഷൻ. ടു അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പുട്ട് ഇൻ ടു ആക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ. 66ാമത്തത്, ദ നമ്പർ ഓഫ് പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു എ സുപ്പീരിയർ പേഴ്സൺ ഈസ് കോൾഡ്. അതായത് കുറച്ചധികം ആൾക്കാർ ഡയറക്ട്ലി ഒരു സുപ്പീരിയർ പേഴ്സണ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിനെ എന്തെന്ന് വിളിക്കാം? കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ് ആണോ ഈ പ്രോസസ്സ്? അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ ആണോ, ലീഡർഷിപ്പ് ആണോ? എന്താണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ്? കുറച്ചധികം ആൾക്കാരുണ്ട്, അവരെല്ലാവരും ഒരു സുപ്പീരിയറിന് ഡയറക്റ്റ് ആയിട്ടാണ് അയാളെ കോൺടാക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ എന്തെന്ന് വിളിക്കാം? ഇതിനെ നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു വ്യക്തിയുടെ കീഴിൽ എത്ര ആൾക്കാരുണ്ട്. എൻ്റെ കീഴിൽ 5 പേരാ ഉള്ളെങ്കിൽ അതാണ് എൻ്റെ സ്പാൻ ഓഫ് കൺട്രോൾ. 10 പേരുണ്ടെങ്കിൽ 10 പേരാ സ്പാൻ ഓഫ് കൺട്രോൾ. അർത്ഥം എന്താ? ഈ 5 പേർ അല്ലെങ്കിൽ 10 പേർ ഡയറക്ട്ലി എന്നോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ബിക്കോസ് ഐ ആം ദെയർ സുപ്പീരിയർ. സോ ദാറ്റ് ഈസ് കോൾഡ് സ്പാൻ ഓഫ് കൺട്രോൾ. നമ്മുടെ ക്വസ്റ്റ്യനും അതായിരുന്നു, കുറച്ചധികം ആൾക്കാർ ഒരു സുപ്പീരിയറിന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഡയറക്ട്ലി, അതിനെ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് സ്പാൻ ഓഫ് കൺട്രോൾ. So span of control എന്താ? refers to the number of subordinate who report directly to one manager or superior. എത്ര സബോർഡിനേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു മാനേജർ അല്ലെങ്കിൽ സുപ്പീരിയറിന് റിപ്പോർട്ട് ചെയ്യുന്നു, അതിനെ അയാളുടെ ആ സുപ്പീരിയറുടെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അടുത്തത് ഈസി ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്നാണ് എനാക്ട് ചെയ്തത്? ഏത് വർഷമാണ്? നമുക്കറിയാം, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ആണല്ലേ. സോ 1932 എന്നുള്ളതാണ് ആൻസർ. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. 68ാമത്തത്, ഇൻ ഓർഡർ ടു മാർക്കറ്റ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് മേക്ക് ദ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ പ്ലെൻറ്റി. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യണം. അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? വിച്ച് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മാർക്കറ്റിങ്ങിൻ്റെ ഏത് കോൺസെപ്റ്റാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? അതായത് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വളരെ ഹ്യൂജ് നമ്പറിൽ മാർക്കറ്റിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് ഏത് കോൺസെപ്റ്റാണ്? സെല്ലിംഗ് കോൺസെപ്റ്റ് ആണോ, പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ആണോ, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണോ, സോഷ്യേറ്റൽ കോൺസെപ്റ്റ് ആണോ? ഏതാണ് ആൻസർ? ആൻസർ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പറയുന്നത് ഫോക്കസ് ഓൺ ഹൈ പ്രൊഡക്ഷൻ ആൻഡ് വൈഡ് അവൈലബിലിറ്റി ഓഫ് പ്രോഡക്റ്റ്. നമുക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നല്ലതുപോലെ അത് ഉണ്ടാക്കുക, അത് മാർക്കറ്റിൽ വൈഡായി അവൈലബിൾ ആക്കുക. അസ്യൂമിങ് കൺസ്യൂമർ പ്രിഫർ പ്രോഡക്റ്റ് ദാറ്റ് ആർ ഈസിലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ. നമ്മളുടെ അസംഷൻ എന്താ? ഏതൊരു പ്രോഡക്റ്റ് ആണോ മാർക്കറ്റിൽ ഏറ്റവും ഈസിയായി അവൈലബിൾ, അതായത് പ്ലെൻറ്റി ആയിട്ടുണ്ട്, അതുപോലെ അത് അഫോർഡബിൾ റേറ്റിലുമാണെങ്കിൽ അവിടെ ആൾക്കാർ അത് പ്രിഫർ ചെയ്യും എന്ന അസംഷനിലാണ് ഈ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ അഫോർഡബിൾ റേറ്റിൽ മാർക്കറ്റിൽ ഇറക്കുക, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. അങ്ങനെ ആകുമ്പോൾ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇറ്റ് എംഫസൈസസ് ക്വാണ്ടിറ്റി ഓവർ കസ്റ്റമറിന്. കസ്റ്റമറിന് ചിലപ്പോൾ 1000 പ്രൊഡക്റ്റേ ആവശ്യമുള്ളൂ, നമ്മൾ 2000 പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കും. കാരണം ആ പ്രോഡക്റ്റ് എത്ര അവൈലബിൾ ആണെന്ന് കാണിക്കാനും അവൈലബിലിറ്റി കൂടുമ്പം കസ്റ്റമേഴ്സ് അത് മേടിക്കുമെന്ന അസംഷനുണ്ട്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. 69ാമത്തത്, ദ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഹു ഹാവ് എ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഇൻ യുവർ പ്രോഡക്റ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, അവരെ എന്തെന്ന് വിളിക്കാം? ടാർഗറ്റ് മാർക്കറ്റ്, സപ്പോർട്ടേഴ്സ്, മാർക്കറ്റിംഗ് മിക്സ്, നൺ ഓഫ് ദി അബവ്. ആരാണത്? നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ടാർഗറ്റ് മാർക്കറ്റ് ആണ്.
ഓക്കെ ആണോ? ടാർഗറ്റ് മാർക്കറ്റ്. എ ടാർഗറ്റ് മാർക്കറ്റ് ഈസ് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ എ ബിസിനസ് എയിം ടു സെർവ്. ക്ലിയർ ആണോ? ഞാനിപ്പം സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ പാഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ്? സ്ത്രീകളാണ്. അതേപോലെ തന്നെ ടോയ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളാണ്. അതാണ് ടാർഗറ്റ് മാർക്കറ്റ്. കാരണം അവരാണ് എൻ്റെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ പോകുന്ന ആൾക്കാർ. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ടാർഗറ്റ് മാർക്കറ്റ്. 70ാമത്തത് ഡിവൈഡിങ് ദ കസ്റ്റമേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പ്രോഡക്റ്റ്. ഓക്കെ ആണോ? കസ്റ്റമേഴ്സിൻ്റെ പ്രോഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ബേസിസിൽ കസ്റ്റമേഴ്സിനെ തരംതിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇറ്റ്സ് യൂസേജ് റേറ്റ് ആൻഡ് സ്റ്റേറ്റസ് ഈസ് ടേംഡ് ആസ് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഓക്കെ ആണോ? ഒരു പ്രോഡക്റ്റിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ബേസിസിൽ അവരെ തരംതിരിക്കുന്നു. ഓക്കെ അല്ലേ? സോ അതിനെ ഏത് തരത്തിലുള്ള സെഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കാം? ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ, കസ്റ്റമേഴ്സ് ഏത് സ്ഥലങ്ങളിൽ നിൽക്കുന്നു ആ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിൻ്റെ ബേസിസിൽ അവരെ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലാണ്. ക്ലിയർ ആണോ? ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോപ്പുലേഷനിൽ കുട്ടികൾ, സ്ത്രീകൾ ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണെങ്കിൽ സൈക്കോഗ്രാഫിക് ആ രീതിയിൽ പറയാം. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്താ പറയുന്നത്? അവരുടെ ബിഹേവിയറിൻ്റെ ബേസിസ്, ഒരു പ്രോഡക്റ്റിനോട് എങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിസ്. സോ ആൻസർ എന്താ? ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനാണ്. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ ഡിവൈഡ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ആറ്റിറ്റ്യൂഡ്, യൂസേജ് റേറ്റ്, ലോയൽറ്റി ആൻഡ് സ്റ്റേറ്റസ്. ക്ലിയർ ആണോ? ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. 71ാമത്തത് a paid non-personal communication designed to create an awareness of a product or company. ഒരു പെയ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാ, നോൺ പേഴ്സണൽ, അതായത് പേഴ്സൺ ടു പേഴ്സൺ അല്ല, നോൺ പേഴ്സണൽ ആണ്. ക്ലിയർ ആണോ? ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ആ പ്രോഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ കമ്പനിയെ പറ്റി അവയർനെസ് ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനെ എന്തെന്ന് വിളിക്കാം? ബ്രാൻഡിങ് ആണോ, ലേബലിംഗ് ആണോ, അഡ്വർടൈസിംഗ് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാമാണോ? നമുക്ക് അഡ്വർടൈസിങ്ങിൻ്റെ ഡെഫിനിഷൻ അറിയാം. അതുതന്നെ ഇറ്റ് ഈസ് എ പെയ്ഡ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ പ്രോഡക്റ്റ് ഓർ കമ്പനി എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ. ആൻസർ എന്തായിരിക്കും അപ്പം? അഡ്വർടൈസിങ് ആയിരിക്കും. അഡ്വർടൈസിങ് പല രീതിയിൽ അഡ്വർടൈസ് ചെയ്യാം, പല മീഡിയത്തിലും നമുക്ക് അഡ്വർടൈസ് ചെയ്യാം, പല പ്ലാറ്റ്ഫോമും യൂസ് ചെയ്ത് നമുക്ക് അഡ്വർടൈസ് ചെയ്യാം. 72ാമത്തത് ദ പ്രാക്ടീസ് ഓഫ് ആഡിങ് ടാസ്ക് ദാറ്റ് ഇൻക്രീസ് ബോത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് ഇൻ എ ജോബ്. അതായത് ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ആ ജോലിക്കകത്തേക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ ആഡ് ചെയ്യുന്നു. ഓൾറെഡി ചെയ്യുന്ന ജോലിക്കകത്തോട്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, എനിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി തരുന്നു, എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി തരുന്നു, ഞാൻ ആ ജോബിൽ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി. ഈ പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കും? ജോബ് എൻറിച്ച്മെൻ്റ് ആണോ, ജോബ് എൻലാർജ്മെൻ്റ് ആണോ, ജോബ് റൊട്ടേഷൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതായിരിക്കും അത്? ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മാർക്കറ്റിംഗ് ഇരിക്കുന്നവനെ അടുത്ത പ്രാവശ്യം സെയിൽസിൽ കൊണ്ടിരുത്തുന്നു. ക്ലിയർ ആണ്? പോട്ടെ, മാർക്കറ്റിംഗ് ഇരിക്കുന്നവൻ അടുത്ത വർഷം പർച്ചേസിൽ കൊണ്ടിരുത്തുന്നു. അങ്ങനെ ഓരോ ഫീൽഡിലും അവനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് നൽകുന്നു. അതാണ് ജോബ് റൊട്ടേഷൻ. ജോബ് എൻറിച്ച്മെൻ്റ് ആണ് ഈ പറഞ്ഞ പ്രോസസ്സ്. ജോബ് എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്യുന്ന ജോലിയിലെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി കൊടുക്കുന്നു, ചലഞ്ചസ് കൊടുക്കുന്നു, കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു, അങ്ങനെ അവൻ്റെ ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആണോ? സോ ജോബ് എൻറിച്ച്മെൻ്റ് ആണ് ആൻസർ. 73ാമത്തത് കളക്ടിങ് ഫീഡ്ബാക്ക് ഫ്രം ഓൾ ഡയറക്ഷൻസ്. എല്ലാ ഡയറക്ഷനിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? കോവർക്കേഴ്സ് ആൻഡ് ഈവൻ കസ്റ്റമേഴ്സ് ഈസ് ടേംഡ് ആസ് ഫ്രം സൂപ്പർവൈസേഴ്സ്, റിപ്പോർട്ടിംഗ്, സബോർഡിനേറ്റ്സ് എക്സെട്ര. ഓക്കെ, അതിനകത്ത് ആ ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാ ഡയറക്ഷനിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. കോവർക്കറിൽ നിന്ന്, കസ്റ്റമേഴ്സിൽ നിന്ന്, സുപ്പീരിയേഴ്സിൽ നിന്ന്, സബോർഡിനേറ്റ്സിൽ നിന്ന്, എല്ലാവരിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. എല്ലാ ഡയറക്ഷനിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ഇതിനെ ഏത് തരം ഫീഡ്ബാക്ക് എന്ന് പറയാം? അപ്വേർഡ് ഫീഡ്ബാക്ക് ആണോ, 360 ഡിഗ്രി ഫീഡ്ബാക്ക് ആണോ, ഓൺ ദ ജോബ് ഫീഡ്ബാക്ക് ആണോ? ഏതാണിത്? എല്ലാ ഡയറക്ഷനിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുകയാണ്, 360 ഡിഗ്രി ഫീഡ്ബാക്ക് ആണ്. ക്ലിയർ ആണോ? ഫീഡ്ബാക്ക് ഫ്രം ഓൾ അറൗണ്ട് ഇൻക്ലൂഡിങ് സൂപ്പർവൈസർ, പിയർ, സബോർഡിനേറ്റ്സ്, ഈവൻ കസ്റ്റമേഴ്സ്. ഓക്കെ അല്ലേ? ഒരു കംപ്ലീറ്റ് ഇവാലുവേഷന് വേണ്ടി 360 ഡിഗ്രി ഫീഡ്ബാക്ക്. 74ാമത്തത് ഈസി ക്വസ്റ്റ്യൻ. ദ റിട്ടേൺ റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഷെയർ ഓഫ് എ കമ്പനി. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ മേടിച്ചു. സോ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഷെയർ ഓഫ് എ കമ്പനി.
അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്താ? ഇൻട്രസ്റ്റ് ആണോ കിട്ടുന്നത്, ഡിവിഡൻഡ് ആണോ, റെന്റ് ആണോ, അതോ ഇതൊന്നുമല്ലേ? എന്തായിരിക്കും ആൻസർ? നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ മേടിച്ചാൽ നിങ്ങൾ ഷെയർ ഹോൾഡർ ആകും. ഷെയർ ഹോൾഡറിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഡിവിഡൻഡ് ആണ്. സോ എ ഡിവിഡൻഡ് ഈസ് എ റിട്ടേൺ പെയ്ഡ് ടു ഷെയർ ഹോൾഡർ ഫ്രം എ കമ്പനീസ് പ്രോഫിറ്റ് ഫോർ ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. 75ാമത്, the set of exclusive right granted by a government to an investor or his assignee for a limited period of time in exchange for a public disclosure of innovation. ഞാനൊരു സാധനം കണ്ടുപിടിച്ചു, ഓക്കെ ആണോ? ആ സാധനം ഞാൻ പബ്ലിക്കിന് മുന്നിൽ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് മാത്രം ആ സാധനം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആസ് എൻ ഇൻവെസ്റ്റർ, ക്ലിയർ ആണോ, എനിക്ക് എന്ത് ചെയ്യുകയാണ്? ഒരു റൈറ്റ് നൽകുകയാണ്, എക്സ്ക്ലൂസീവ് റൈറ്റ് നൽകുകയാണ്, ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് റൈറ്റ് നൽകുകയാണ്. ഇതിനെ എന്തെന്ന് വിളിക്കാം? ഞാനൊരു ഇന്നോവേഷൻ നടത്തി, ആ സാധനം ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എനിക്കൊരു റൈറ്റ് നൽകുകയാണ്. അത് ഞാൻ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നും പറഞ്ഞ് എനിക്കൊരു റൈറ്റ് നൽകും. ബിക്കോസ് ഞാനായിരുന്നു ഇൻവെസ്റ്റർ. ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് ആ റൈറ്റ് എനിക്ക് നൽകുക. ഇതിനെ എന്തെന്ന് വിളിക്കാം? ട്രേഡ് മാർക്കാണോ, കോപ്പി റൈറ്റ് ആണോ, പേറ്റന്റ് ആണോ, പബ്ലിക് റൈറ്റ് ആണോ? ഇന്നോവേഷൻ വരുമ്പോൾ നമുക്കറിയാം പേറ്റന്റ് ആണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കവിടെ കോപ്പി റൈറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഇനി ലോഗോ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ട്രേഡ് മാർക്ക് ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം എന്താ ആൻസർ? പേറ്റന്റ് ആണ്. അപ്പോൾ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻവെന്റർക്ക് കൊടുക്കുന്ന കേട്ടോ. ഇൻവെന്റർ, ഇവിടെ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. ഇൻവെസ്റ്റർ അല്ല, ഇൻവെന്റർ ആണ്. ക്ലിയർ? ഇൻവെന്റർ. ഇൻവെന്റർക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ് ആണ്, എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്, ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. എന്തിനൊക്കെയുള്ള റൈറ്റാ? ടു മേക്ക്, യൂസ് ആൻഡ് സെൽ ആൻഡ് ഇൻവെൻഷൻ. അയാളുടെ ഇൻവെൻഷൻ വീണ്ടും ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും വിൽക്കാനുമുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ആജീവനാന്തമാണോ? അല്ല, ഫോർ എ ലിമിറ്റഡ് ടൈം. ക്ലിയർ ആണോ? യെസ്. ഇൻ റിട്ടേൺ ഫോർ പബ്ലിക്ലി ഡിസ്ക്ലോസിങ് ദ ഡീറ്റെയിൽ ഓഫ് ഇൻവെൻഷൻ. ഇതിൻ്റെ റിട്ടേൺ ആയിട്ട് അയാൾ എന്ത് ചെയ്യണം? ആ ഒരു ഇന്നോവേഷൻ്റെ കാര്യം പബ്ലിക്ലി ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം. പക്ഷേ ഫോർ എ പർട്ടിക്കുലർ ടൈം പീരീഡ് അയാൾ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. കാരണം അയാളല്ലേ ഇൻവെൻറ്റ് ചെയ്ത്, അയാൾക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ. അങ്ങനെ കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് പേറ്റന്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് പേറ്റന്റ്. വെൻ വാസ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എനാക്റ്റഡ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് വന്നത്? എന്നാ? 68 ആണോ, 86 ആണോ, 78 ആണോ, 87 ആണോ? ആൻസർ സിമ്പിൾ ആണ്, 1986 ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ 1986. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമറുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും കൺസ്യൂമറുടെ പരാതികൾ എളുപ്പത്തിൽ റിഡ്രസൽ നടത്തുന്നതിന് വേണ്ടി. സ്പീഡി റിഡ്രസൽ ഓഫ് ദെയർ ഗ്രീവൻസസ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BPO? BPOയുടെ ഫുൾ ഫോം എന്താ? കണ്ണും പൂട്ടി പറയാം. BPO മീൻസ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് അല്ലേ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്താലുള്ള ഗുണം എന്താ? നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. ലെസ് ഇമ്പോർട്ടൻ്റ് കാര്യം മറ്റാരെങ്കിലും ചെയ്തോളും. അതാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവും. അതിൻ്റെ മേൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട, കൂടുതൽ പൈസ പ്രൊവൈഡ് ചെയ്യേണ്ട. BPO സർവീസ് എന്ന രീതിയിൽ അവർ ചെയ്തോളും, അവർക്ക് അതിനൊരു കമ്മീഷൻ കൊടുത്താൽ മതി. സോ BPO ഓക്കെ ആണോ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. For what does TOM stands for? TOM എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? TQM ആണ്. TQM സോറി, ഒരു മിസ്റ്റേക്ക് വരും. TQM എന്ന് പറഞ്ഞാൽ എന്താണ്? TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതാണ് TQM എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM. ഓക്കെ ആണോ? എ മാനേജ്മെന്റ് അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ് ആൻഡ് പ്രോസസ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂസ് ആയി മാനേജ്മെന്റ് ആ ഒരു പ്രോഡക്റ്റിനെ വിലയിരുത്തുന്നു, ആ സർവീസ് അല്ലെങ്കിൽ സർവീസിനെ വിലയിരുത്തുന്നു, ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ വിലയിരുത്തുന്നു. എന്തിനു വേണ്ടി? ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്വാളിറ്റി കുറയുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. ക്ലിയർ ആണോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോങ് ടേമിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താൻ സാധിക്കും. സോ ഇതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത്, ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഓവർ ഇലക്ട്രോണിക് സിസ്റ്റം. ഒരു ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റും സർവീസും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇതിനെ എന്തെന്ന് വിളിക്കാം? ഈ പർച്ചേസ് ആണോ, ഈ അഡ്വർടൈസിംഗ് ആണോ, ഈ കൊമേഴ്സ് ആണോ, ഈ ചാറ്റിംഗ് ആണോ? ഈ കൊമേഴ്സ് ആണല്ലേ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺലൈൻ, അതിനെയാണ് ഈ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. 80ാമത്തത്, a market where all kind of financial instruments are bought and sold. എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെ എന്തെന്ന് വിളിക്കാം? ക്രെഡിറ്റ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഏതാണ്?
ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്നതാണ് ബാക്കിയുള്ള സംഭവങ്ങൾ. മണി മാർക്കറ്റ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ മാർക്കറ്റ് ആയിക്കോട്ടെ, ഡെറിവേറ്റീവ് മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് മാർക്കറ്റ് ആയിക്കോട്ടെ, ബോണ്ട് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന മെയിൻ കോമൺ ഹെഡിനകത്ത് വരുന്നതാണ്. സോ ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. അതിൻ്റെ വകഭേദങ്ങളാണ്, അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് ഈ പറയുന്ന ബോണ്ട് മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, ക്രെഡിറ്റ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് answer. A financial market is a broad market where various financial instruments like stock, bonds, derivative and currencies are bought and sold. Clear ആണോ? സോ നമ്മൾ ഏകദേശം 80 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ നോക്കുക. സോ നമ്മൾ ഏകദേശം ആ ഒരു Q&A സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.